സംസ്ഥാനത്ത് ലഹരി വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം അല്പസമയത്തിനകം ചേരും. മന്ത്രിമാരും പോലീസ്, എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ലഹരി വ്യാപനത്തിനെതിരെ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ ചർച്ച ചെയ്യും. ശ്രീജിത്ത് വിവരങ്ങൾ മാറ്റുന്നു. ശ്രീജിത്ത്, ഈ മാസാവസാനം വിദ്യാർത്ഥി സംഘടനകൾ, PTA പ്രതിനിധികൾ കുറച്ചുകൂടി വിശാലമായ യോഗം മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട്. അതിന്റെ മുന്നോടിയായിട്ടുള്ള നടക്കുന്ന ഈ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാന അജണ്ട? ശ്രീജിത്ത്. ഹാഷ്മി, സംസ്ഥാനത്ത് ലഹരി വ്യാപനം ആകുകയും നിരവധി അക്രമ സംഭവങ്ങളും മറ്റ് ദുരനുഭവങ്ങളും ആളുകൾക്ക് ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചത്. നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സജീവമായി ഇടപെടുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ഇടപെടൽ ഒന്നുകൂടി കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. രാവിലെ 11:30 നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് ഈ ഉന്നതതല യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. എക്സൈസ് മന്ത്രി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കും. എൻഫോഴ്സ്മെൻറ്റ് ഇപ്പോഴും കാര്യക്ഷമമായി നടക്കുന്നുണ്ടെങ്കിലും ഈ ലഹരിയുടെ സോഴ്സ് എവിടെ നിന്നാണെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു കണ്ടെത്തലോടുകൂടിയുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയാണ് ഉള്ള നടപടികൾ ഈ യോഗത്തിൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും ലഹരി വ്യാപനം ഒരു വലിയ വിപത്തായി കേരള സമൂഹം അഭിമുഖീകരിക്കുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത്. ശ്രീജിത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇന്നിപ്പോൾ വിശാലമായ യോഗമാണ്. ആ യോഗത്തിൽ ഇതുവരെ സ്വീകരിച്ച നടപടികൾ, ഇനി സ്വീകരിക്കുന്ന നടപടികൾ, വർദ്ധിച്ചു വരുന്ന ലഹരിവേട്ട ഒക്കെ വിശദമായ ചർച്ചയിലേക്ക് വരും എന്ന് വേണം കരുതാൻ.